നിങ്ങൾ വീട്ടിലിരിക്കൂ, നിങ്ങളെ ഞങ്ങൾ ആഫ്രിക്കൻ കാടുകൾ പോലും കാണിക്കാം എന്ന അവകാശവാദം ഗൂഗിൾ മാപ്സിനുണ്ട്. അത്രയ്ക്ക് നമ്മുടെ സ്മാർട്ട് ഫോണുകൾ, നമ്മുടെ കമ്പ്യൂട്ടറുകൾ, ഉപഗ്രഹങ്ങൾ എല്ലാം ഇന്ന് ലോകത്തെ നമ്മുടെ വിരൽത്തുമ്പിൽ എത്തിച്ചിരിക്കുന്നു. പക്ഷേ നമ്മുടെ സ്വന്തം ഇന്ത്യയിലെ ചില സ്ഥലങ്ങൾ കാണിക്കാൻ ഗൂഗിൾ ഇന്നും തയ്യാറല്ല. ഒന്നുകിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ബ്ലർ ചെയ്തിരിക്കുന്നു. ഇവ എന്തിനാണ് ഇത്ര രഹസ്യപൂർണമായി മാറ്റിയിരിക്കുന്നത്? ഗൂഗിൾ ബ്ലർ ചെയ്തു എന്ന് പറയപ്പെടുന്ന തിരഞ്ഞെടുത്ത ഇന്ത്യയുടെ 4 അതിശയപ്പെടുത്തുന്ന സ്ഥലങ്ങൾ ഒന്ന് നോക്കാം. ഒരുപക്ഷെ അവ സുരക്ഷാ കാരണങ്ങളാൽ ആണെങ്കിൽ അവ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി ഈ 4 സ്ഥലങ്ങളല്ലാതെ നിങ്ങൾ അറിയുന്ന മറ്റ് സ്ഥലങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നമസ്കാരം, വീനസ് ആൻഡ് മാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീനസിനും മാസിനും ഇടയിൽ നിൽക്കുന്ന നമ്മുടെ സ്വന്തം ഭൂമിയിലേക്ക് ഒരെത്തിനോട്ടം. ഒന്നാമതായി കോംഗ്ല പാസ്. ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിലെ അതിർത്തിയിലുള്ള ഏറ്റവും വിചിത്രമായ സ്ഥലം കോംഗ്ല പാസ്. ഹിമാലയത്തിലെ തർക്കമുള്ള ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ലഡാക്കിലെ ഒരു പർവ്വത പാതയാണ് കോംഗ്ല പാസ്. ഏകാന്തമായ സ്ഥലം, പരിമിതമായ പ്രവേശം. എന്നാൽ UFO കാഴ്ചകളായും നിരവധി കോൺസ്പിറസി തിയറിയുമായും ഈ സ്ഥലത്തിന്റെ ബന്ധം വളരെ പേരുകേട്ടതാണ്. ചിലർ ഇതിനെ ഇന്ത്യയുടെ ഏരിയ 51 എന്ന് വിളിക്കാനും കാരണമാകുന്നു. ഏരിയ 51 എന്താണ് എന്നറിയാത്തവർക്ക് അമേരിക്കയിലെ ലാസ് വേഗസിൽ നിന്ന് 83 മൈൽ നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ തെക്കൻ നെവാഡയിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വ്യോമസേനയുടെ ഉയർന്ന പ്രദേശമാണ് ഏരിയ 51. ഏലിയൻസിനെ കുറിച്ചും UFOകളെ കുറിച്ചുമുള്ള നിരവധി കോൺസ്പിറസീസ് തിയറീസിന് ആക്കം കൂട്ടിയ തീവ്രമായ രഹസ്യ സ്വഭാവം കാരണം ഏരിയ 51 കുപ്രസിദ്ധമാണ്. അതുപോലെയാണോ കോംഗ്ല പാസ്? 1962 ഇന്ത്യ ചൈന യുദ്ധകാലത്ത് ഈ ചുരം സംഘർഷത്തിന്റെ ഒരു സ്ഥലമായിരുന്നു. യുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങളും ഈ പ്രദേശത്ത് പട്രോളിംഗ് നടത്താതെ നിരീക്ഷണം മാത്രം ചെയ്യുന്ന ഒരു കരാറിലെത്തി. പക്ഷേ ഇവിടുത്തെ ആളുകളുടെ കണ്ണിലെ ഭയം അത്ഭുതകരമാണ്. ഗൂഗിൾ മാപ്സ് ഉപയോഗിച്ച് ഈ പ്രദേശം ഒന്ന് തുറക്കാൻ ശ്രമിക്കൂ. ഒട്ടും വ്യക്തതയില്ല. ബ്ലർ ചെയ്തിട്ടുള്ള ഉപഗ്രഹ ദൃശ്യം, വളരെ താഴ്ന്ന റെസല്യൂഷൻ, പല ഭാഗങ്ങളിലും വെറും കാഴ്ചകളോ അതോ നിശബ്ദതയോ. കാണുന്നവരെ ഞെട്ടിക്കുന്ന പല വെളിച്ചങ്ങളും ആകാശത്തിൽ ചലിക്കുന്ന വസ്തുക്കളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും. ഈ പ്രദേശത്തെ UFO അനുഭവങ്ങളെക്കുറിച്ച് ഇതേ രീതിയിൽ സംസാരിക്കുന്ന നിരവധി ആളുകളും ലോകത്തിലുണ്ട്. നമ്മുടെ സൈന്യം സഞ്ചാരികൾക്കും ഈ പ്രദേശം നിരോധിച്ചിരിക്കുന്നു. ഇത് യാദൃച്ഛികമാണോ? ഇവിടെ എന്താണ് നടക്കുന്നത്? നമ്മുടെ കണ്ണുകളെ ഗൂഗിൾ പോലും വിശ്വസിക്കാത്തത് എന്താണ്? അടുത്തതായി ജതിങ്ക. അസാമിലെ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തമായ ഒരു ചെറിയ ഗ്രാമത്തിൽ പ്രകൃതിയുടെ ഏറ്റവും അസ്വസ്ഥതയുണ്ടാക്കുന്ന നിഗൂഢതകളിൽ ഒന്നായ ജതിങ്ക സ്ഥിതി ചെയ്യുന്നു. എല്ലാ വർഷവും പ്രധാനമായും സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ ചുറ്റുമുള്ള വനങ്ങളിൽ നിന്നുള്ള പക്ഷികൾ വളരെ വിചിത്രമായി പെരുമാറാൻ തുടങ്ങുന്നു. മൂടൽ മഞ്ഞുള്ള ചില രാത്രികളിൽ അവ പറന്നുയരുന്നു. ഗ്രാമത്തിൽ നിന്ന് അകലേക്കല്ല, മറിച്ച് ഗ്രാമത്തിലേക്ക്. വളരെ വിഷമകരമായ കാര്യം എന്തെന്നാൽ അവ വീടുകളിലും മരങ്ങളിലും ഇടിച്ചു കയറി അല്ലെങ്കിൽ തീജ്വാലകളിൽ പോലും വീണ് മരിക്കുന്നു. ഈ പക്ഷികൾക്ക് ദുഷ്ടാത്മാക്കൾ ഉണ്ടെന്ന് തദ്ദേശീയ ഗോത്രങ്ങൾ ആദ്യം വിശ്വസിച്ചിരുന്നു. ചിലർ ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നു. ശാസ്ത്രജ്ഞരും ആശയക്കുഴപ്പത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് പാരിസ്ഥിതിക ഘടകങ്ങളുടെയും പക്ഷികളുടെ സ്വാഭാവിക പെരുമാറ്റത്തിൻ്റെയും കോമ്പിനേഷനാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷി ആത്മഹത്യ അഥവാ ബേർഡ് സൂയിസൈഡ് എന്ന പദം നിലനിൽക്കുന്നുണ്ടെങ്കിലും പക്ഷികൾ മനഃപൂർവ്വം സ്വന്തം ജീവൻ എടുക്കുന്നതല്ല, മറിച്ച് ദിശാബോധമില്ലായ്മയും തത്ഫലമുണ്ടാകുന്ന അപകടങ്ങളുടെയും ഇരകളാണ് എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഗൂഗിൾ മാപ്സ് ജതിങ്കയെ വ്യക്തമായി കാണിക്കുന്നു. പക്ഷേ തെരുവ് കാഴ്ചയോ ബാധിത മേഖലകളിലെ ഏതെങ്കിലും ഒരു തത്സമയ മാപ്പിങ്ങോ കണ്ടെത്താൻ ശ്രമിക്കുക. അത് വിചിത്രമായി വ്യക്തമാകുന്നില്ല. പ്രകൃതി സാധാരണയായി മരണത്തെ ഇതുപോലെ ആവർത്തിക്കില്ല, അസാധാരണമായ എന്തെങ്കിലും അതിനെ നയിക്കുന്നില്ലെങ്കിൽ. അടുത്തതായി റൂപ്കണ്ട് ലേക്ക്. ഹിമാലയത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 16,000 അടി ഉയരത്തിൽ റൂപ്കണ്ട് തടാകം സ്ഥിതി ചെയ്യുന്നു. തണുത്തുറഞ്ഞ ഒരു ജലാശയം. എന്നാൽ മഞ്ഞുരുകുമ്പോൾ ഉപരിതലത്തിനടിയിൽ ഭയാനകമായ എന്തോ ഒന്ന് പ്രത്യക്ഷപ്പെടുന്നു. 100 കണക്കിന് മനുഷ്യ അസ്ഥികൂടങ്ങൾ. 1942 ഒരു വനപാലകൻ കണ്ടെത്തിയ റൂപ്കണ്ട് പതിറ്റാണ്ടുകളായി ചരിത്രകാരന്മാരെയും ശാസ്ത്രജ്ഞന്മാരെയും നാട്ടുകാരെയും പോലും അമ്പരപ്പിച്ചു. ചിലർ ഇത് യുദ്ധത്തിൽ നിന്നുള്ള ഒരു കൂട്ട ശവക്കുഴിയാണെന്ന് കരുതുന്നു. മറ്റുള്ളവർ തെറ്റായിപ്പോയ ശപിക്കപ്പെട്ട ഒരു തീർത്ഥാടനമെന്നും. പിന്നെ 2013 കാർബൺ ഡേറ്റിംഗിൽ അതിലും വിചിത്രമായ ഒന്ന് വെളിപ്പെടുത്തി. അസ്ഥികൂടങ്ങളെല്ലാം ഒരു കാലഘട്ടത്തിൽ നിന്നുള്ളതല്ല. ചിലത് 9-ാം നൂറ്റാണ്ടിൽ നിന്നുള്ളതാണെങ്കിൽ മറ്റുള്ളവ 19-ാം നൂറ്റാണ്ടിൽ നിന്നുള്ളതാണ്. പലതും ബന്ധമില്ലാത്തവയാണ്. വ്യത്യസ്ത ലിംഗഭേദങ്ങൾ,
പ്രായങ്ങൾ, വംശീയ പശ്ചാത്തലങ്ങൾ പോലും. അവർ ആരായിരുന്നു? എന്തുകൊണ്ടാണ് അവരെല്ലാം ഇവിടെ നശിച്ചത്? അത്തരമൊരു ദുരന്തത്തിന്റെ രേഖ ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? പ്രാദേശിക ഐതിഹ്യമനുസരിച്ച് കനൗജിലെ രാജാവായ രാജാ ജസ്വാൽ തൻ്റെ ഗർഭിണിയായ ഭാര്യ റാണി ബലംബയും അവരുടെ സേവകരും പിന്നെ ഒരു നൃത്തസംഘവും മറ്റുള്ളവരും ചേർന്ന് നന്ദാദേവി ക്ഷേത്രത്തിലേക്ക് തീർത്ഥനം നടത്തിയപ്പോൾ ആ സംഘം ഒരു വലിയ കൊടുങ്കാറ്റിനെ നേരിട്ടു അത്രേ. അതിൽ നിന്ന് മുഴുവൻ സംഘവും രൂപ്കൺ തടാകത്തിന് സമീപം മരിച്ചു അത്രേ. തദ്ദേശവാസികൾ ഇതിപ്പോഴും വിശ്വസിക്കുന്നു. എങ്കിലും തെളിയിച്ച മേൽപ്പറഞ്ഞ കാർബൺ ഡേറ്റിംഗിന്റെ വർഷവ്യത്യാസം, അതോ ചരിത്ര പുസ്തകവും രേഖപ്പെടുത്താൻ ധൈര്യമില്ലാത്ത എന്തെങ്കിലും? ഗൂഗിൾ മാപ്സ് രൂപ്കൺ തടാകം അടയാളപ്പെടുത്തുന്നു. എന്നാൽ അതിന്റെ ഭൂപ്രകൃതിയിൽ നിങ്ങൾക്ക് വ്യക്തത കണ്ടെത്താനാവില്ല. ശരിയായ സൂമില്ല, തെരുവ് കാഴ്ചയില്ല, ഭൂമി തന്നെ അതിന്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് പോലെ. അടുത്തതായി കുൽധാര. ഒരു കാലത്ത് കുടുംബങ്ങൾ, സംസ്കാരം, ജീവിതം എന്നിവയാൽ തിരക്കേറിയ ഒരു ഗ്രാമം സങ്കല്പിക്കുക. പിന്നെ ഒറ്റ രാത്രിയിൽ എല്ലാവരും അപ്രത്യക്ഷരാകുക. രാജസ്ഥാനിലെ ജയ്സാൽമറിനടുത്ത് 13-ാം നൂറ്റാണ്ടിലെ ഒരു ഗ്രാമമായ കുൽധാരയിലേക്ക് സ്വാഗതം. 1800-കളിലെ ഒരു വൈകുന്നേരം എല്ലാ നിവാസികളും അപ്രത്യക്ഷരായി. വീടുകൾ, ഭക്ഷണം, വെള്ളം എന്നിവ ഉപേക്ഷിച്ച്. അവർ പോകുന്നത് ആരും കണ്ടില്ല. അവർ എവിടേക്ക് പോയി എന്ന് കണ്ടെത്താനുമായില്ല. വിചിത്രമായതെന്തെന്നാൽ അതിനുശേഷം അവിടെ ആരും താമസിച്ചിട്ടുമില്ല. 1825-ൽ ജയ്സാൽമറിലെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന സലിം സിംഗ് ഗ്രാമത്തലവന്റെ മകളുമായി പ്രണയത്തിലായതോടെയാണ് കുൽധാരയിലെ നിഗൂഢത ആരംഭിക്കുന്നത്. അയാൾ അവളെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു. വിസമ്മതിച്ചാൽ ഗ്രാമവാസികളുടെ മേൽ കനത്ത നികുതിയും പിഴയും ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. തങ്ങളുടെ ബഹുമാനത്തിനും അന്തസ്സിനും വില കൽപ്പിച്ചിരുന്ന ഗ്രാമവാസികൾ സ്വേച്ഛാധിപതിയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്നതിന് പകരം ഗ്രാമം വിടാൻ തീരുമാനിച്ചു. ആരും ഇനി ഒരിക്കലും അവിടെ സ്ഥിരതാമസമാക്കാതിരിക്കാൻ അവർ ആ ഗ്രാമത്തെ ശപിക്കുകയും ചെയ്തു അത്രേ. ഇനി ഒരിക്കലും കുൽധാരയിൽ സ്ഥിരതാമസമാക്കാൻ ആർക്കും കഴിയില്ല. ഇതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടുമില്ല. ആരും അവരെ പിന്തുടരാതിരിക്കാനോ അവർ എവിടേക്കാണ് പോയതെന്ന് കണ്ടെത്താതിരിക്കാനോ അവർ പോയതിൻ്റെ അടയാളങ്ങൾ മാച്ചു കളഞ്ഞു അത്രേ. ചിലർ രാജസ്ഥാനിലെ മറ്റു ഭാഗങ്ങളിലേക്ക് കുടിയേറി എന്ന് പറയുന്നു. മറ്റു ചിലർ ഇന്ത്യയിലുടനീളം ചിതറിപ്പോയി എന്ന് പറയുന്നു. അവർക്ക് എന്ത് സംഭവിച്ചുവെന്നോ ഇന്നവർ എവിടെയാണെന്നോ ആർക്കും കൃത്യമായി അറിയില്ല. പക്ഷെ എന്താണെന്നറിയില്ല, സന്ദർശകർ ഒരു വിചിത്രമായ ഊർജ്ജം റിപ്പോർട്ട് ചെയ്യുന്നു. അസാധാരണമായി തോന്നുന്ന ഒരു നിശബ്ദതയും. GPS-ൻ്റെയും സ്മാർട്ട് മാപ്പുകളുടെയും യുഗത്തിൽ പോലും കുൽധാര ഭാഗികമായി മാപ്പ് ചെയ്യപ്പെടാതിരുന്നു. ഗൂഗിൾ മാപ്പിൽ എലിവേഷൻ ഡേറ്റയും മങ്ങിയ ഔട്ട്ലൈനുകളും മാത്രം. ഇത് അന്ധവിശ്വാസമാണോ? അതോ നമ്മൾ പ്രേതബാധയുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്? ഇന്നത്തെ ലോകത്ത് എല്ലാം ഡിജിറ്റൽ, എല്ലാം ട്രാക്ക് ചെയ്യാവുന്നതാണ്. ലോകം ഭൂപടത്തിലുണ്ടെന്ന് ഗൂഗിൾ പറയുന്നു. കണ്ടെത്താൻ ഇനിയൊന്നും ബാക്കിയില്ലെന്നും അവർ പറയുന്നു. പക്ഷേ ഇന്ത്യ ഇപ്പോഴും മണ്ണിനടിയിൽ, കുന്നുകൾക്ക് പിന്നിൽ, ആകാശത്തിന് കുറുകെ രഹസ്യങ്ങൾ മന്ത്രിക്കുന്നു. കൊങ്കലയിലെ UFO നിശബ്ദത ആകാശത്ത് നിന്ന്, ജതിങ്കയിൽ വീഴുന്ന പക്ഷികളിൽ നിന്ന്, രൂപ്കണ്ടിൽ ഉറങ്ങുന്ന അസ്ഥികൂടങ്ങളിലേക്ക്, കുൽധാരയിലേക്ക് പ്രവേശിക്കുന്നവരെ ശപിക്കുന്ന ഒരു ഗ്രാമത്തിലേക്ക്. ഇവ വെറും സ്ഥലങ്ങളല്ല, കടങ്കഥകളാണ്. ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് കീറിമുറിച്ച അധ്യായങ്ങളാണ്. കാലക്രമേണ നഷ്ടപ്പെട്ട് ഭൂപടങ്ങളിൽ നിന്നും മങ്ങിയതാണ്, ഒരുപക്ഷെ ഓർമ്മയിൽ നിന്നും. ഇവയിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ളത്? ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ഇനിയും ഇങ്ങനെയുള്ള രഹസ്യങ്ങൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യൂ. മറക്കാതെ ഷെയറും ലൈക്കും ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ദയവായി ബെൽ ബട്ടൺ അമർത്തുക. അടുത്ത ഒരു വീഡിയോ കാണുന്നതുവരെ